വളരെയേറെ ഹൃദയം നിറഞ്ഞ സന്തോഷമുള്ള, വ്യക്തിപരമായി വളരെ അഭിമാനമുള്ള നമുക്ക് ഓരോരുത്തർക്കും ഒരു സന്ദർഭമാണ്. 100 വർഷങ്ങൾക്ക് മുൻപാണ്, അന്ന് 1924 ശ്രീമൂലം പെരുമാൾ രാമവർമ്മ മഹാരാജാവ് കടപ്പനട്ട ദേശത്തിന് വേണ്ടി ഒരു സ്കൂൾ അനുവദിച്ചു നൽകിയത്. അന്ന് ശ്രീമൂലം പുരാസഭയിലെ ക്ഷണിതാവായിരുന്ന യശസ്വരീയനായ കാവൻകുണ്ട് ഗോവിന്ദക്കുറുപ്പ് അവർ, അദ്ദേഹമാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത്. നമ്മുടെ ദേവത്തുപടിയിലായിരുന്നു ആദ്യത്തെ ഓലഷെഡായിരിക്കും അല്ലേ സർ? ഓലഷെഡും ആദ്യ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. 1953 കടമനട്ട അച്ഛൻ എന്നറിയപ്പെടുന്ന പുത്തൻപുരയ്ക്കൽ വർഗീസ് കത്തന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂള് ഹൈസ്കൂളാക്കി. പിന്നീട് 98 നമ്മുടെ ബഹുമാനായിട്ടുള്ള പുരുഷോത്തമ സാറിന്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ മാന്യ മഹാദേവികൾ, ബഹുമാനരായിട്ടുള്ള ആളുകൾ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർത്തപ്പെട്ടത്. നമ്മുടെ ഈ നാടിന്റെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ച് അനേകം തലമുറകളെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വലിയ വിദ്യാലയമാണ് ഇത് എന്നുള്ളത് ഈ അവസരത്തിൽ നമ്മൾ അഭിമാനത്തോടെയാണ് ഓർക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും വളരെ അഭിമാനത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ കടമനട്ട എന്ന ഏതാനും അക്ഷരങ്ങളിലൂടെ ഒരു ദേശത്തെ, ഒരു പക്ഷെ ലോക സാഹിത്യത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ നമ്മുടെ പ്രിയങ്കരനായ കവി, നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തി, നമ്മുടെ കവിയെ കൂടി അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് പോലും ഒക്കെ സ്നേഹത്തോടെ, ആദരവോടെ അഞ്ജലികൾ അർപ്പിക്കുകയാണ്. വളരെ ഉചിതമായ നിലയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തുടങ്ങി സമാപന സമ്മേളനം 11-ാം തീയതി ചേരുന്ന സമാപന സമ്മേളനം വരെയുള്ള അങ്ങനെ വിവിധ പരിപാടികളാണ് നമ്മുടെ ഈ സ്കൂളിന്റെ 100 വർഷ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭരണരംഗത്തും സാഹിത്യത്തിലും ഒക്കെ തന്നെ നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ വ്യക്തികളെ പഠിപ്പിച്ച ഒരുപാട് പേരുടെ ഓർമ്മകളോട് ഈ അവസരം ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ഓർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പുരുഷോത്തമ സാറിനെ പറഞ്ഞു, അന്ന് ഈ മണ്ഡലത്തിലെ ഒരു സ്കൂൾ 6 കോടി രൂപ അനുവദിക്കും, ഏത് സ്കൂൾ വേണം എന്നോട് ചോദിച്ചപ്പോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രവീന്ദ്ര മാഷാണ് ഫോൺ വിളിച്ച് ചോദിച്ചു, നീലയുടെ മണ്ഡലത്തിൽ ഏത് സ്കൂളാണ് നമുക്കൊരു 6 കോടി രൂപ അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ അവർക്ക് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, മിനിസ്റ്റർ എനിക്ക് എന്റെ മണ്ഡലത്തിലെ കടമനട്ട സ്കൂള് അതിന് എനിക്ക് 6 കോടി രൂപ തന്നാൽ ഞാൻ അവിടെ നല്ലൊരു കെട്ടിടം നമുക്ക് പണിയാം എന്ന് പറയുകയുണ്ടായി. അദ്ദേഹം ഉടനെ തന്നെ അതിന് അനുവാദം നൽകി. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതിന് നമ്മളെല്ലാവരും ചേർന്ന്, നാട് മുഴുവൻ ചേർന്ന് നിന്നുകൊണ്ടാണ് അതിന്റെ ഉദ്ഘാടനം, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ നിലയിൽ നമുക്കത് പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ഈ തലമുറയുടെ സംഭാവനയാണ്, നമ്മളെല്ലാവരും ചേർന്നുള്ള സംഭാവനയാണ്. നമുക്ക് മുമ്പേ നടന്നവരുടെ ഈ ഞാൻ പറഞ്ഞ വ്യക്തിത്വങ്ങളുടെ ഒക്കെ വലിയ പ്രവർത്തനങ്ങൾക്കുള്ള നമ്മുടെ ഒരു സ്മരണാഞ്ജലി കൂടിയാണത് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ
ചില പ്രവർത്തനങ്ങൾ കൂടി നമ്മളിവിടെ നടത്തുന്നു. അതോടൊപ്പം എനിക്ക് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. SSIയുടെ കാവുകോട്ട് കുറുപ്പ് അവர்களுം അതുപോലെ കടമ്പുഴ അച്ഛനും തമ്മിൽ സൗഹൃദം ആയിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി വലിയ ആത്മമിത്രങ്ങളായി. ഞാൻ ഈ കടമ്പനിട്ട കോളേജിൽ റോഡ് ചെയ്യുമ്പോൾ സാറ് നമുക്ക് നമ്മുടെ മണ്ഡലത്തിലെ ആദ്യത്തെ കിഫ്ബി റോഡാണ്. കഴിഞ്ഞ MLA ആയിട്ട് ആദ്യത്തെ ജോലി ചെയ്തത് അന്ന് 16 കോടി രൂപ മറ്റുമാണ്. അന്ന് നമ്മൾ ആദ്യം റോഡ് തിരഞ്ഞെടുത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇപ്പോ നമുക്ക് തൊട്ടടുത്ത് പത്തനംതിട്ടയുണ്ട്, അപ്പുറത്ത് ഓടങ്ങളുണ്ട്, പിന്നെ ഇരുമ്പൂരുണ്ട്. അപ്പൊ അവിടെയൊക്കെ കുറച്ചുകൂടി ഒരു അടിസ്ഥാന സൗകര്യത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നാരങ്ങാനം പഞ്ചായത്തിൽ എനിക്ക് അടിസ്ഥാന സൗകര്യം കൂടുതൽ മെച്ചപ്പെടും. അതുപോലെ ശബരിമല തീർത്ഥാടകർക്ക് ധാരാളമായി ഈ റോഡ് ഉപയോഗിക്കും. അങ്ങനെ അന്ന് പലരും ചോദിച്ചെന്തിനാണ് ആ റോഡ് എടുക്കുന്നത്, നമുക്ക് വേറെ റോഡ് എടുക്കും. ഞാൻ പറഞ്ഞല്ല, ഇത് ഒരു റോഡ് വന്ന ആ സ്ഥലത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ്. അപ്പം കടമേടയിൽ ഇങ്ങോട്ട് വന്നാൽ ഈ വർഷങ്ങളിൽ അവിടെ പുതിയ എന്താണ് വലിയ കടകൾ, അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, ബാങ്കുകൾ, മറ്റ് സ്ഥാപനങ്ങൾ സ്ഥലത്തിലൊക്കെ നിലകൂടി അങ്ങനെ ഒരു പൊതു ഡെവലപ്മെന്റിനും സമൂഹത്തിന്റെ പൊതു ഡെവലപ്മെന്റ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. അന്ന് ഈ സ്കൂൾ കൂടി അതിന് കാരണമായിരുന്നു. കാരണം നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾ ബസ്സൊന്നും ഇവിടേക്ക് വരുത്തില്ല. റോഡ് മോശമാണ്, ബസ്സുകൾ കുറവാണ്. മറ്റ് ഇടങ്ങളിൽ നിന്ന് നമ്മളിവിടെ കുട്ടികൾ പഠിക്കുന്നു. ഈ സ്കൂള് നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിവിടുത്തെ റോഡുകൾ ശരിയല്ല. അതുപോലെ നമ്മുടെ കടമ്പനിട്ട പടയണി കാണാനായിട്ടും അതിൽ പങ്കെടുക്കാനായിട്ടും, പടയണി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ട കവിയിലൂടെ ലോക പ്രശസ്തമാക്കിയ നമ്മുടെ ദേശത്തെ കൂടിയാണ് പ്രശസ്തം. കടമ്പനിട്ട പടയണി കഴിഞ്ഞിട്ട് മറ്റെവിടെയും എല്ലായിടത്തും പല ദേശ ഭേദങ്ങൾ പടയണിയുമായി ബന്ധപ്പെട്ടുണ്ട്, പല ചിട്ടകൾക്കും. അപ്പോ എന്നാലും നമ്മുടെ പടയണി കാണുന്നതിലും പങ്കെടുക്കുന്നതിനുമായിട്ട് ദൂരദിക്കുകളിൽ നിന്നും ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ദേശത്തിന്റെ അടിസ്ഥാന സൗകര്യം മികച്ചതായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് ഉൾപ്പെടെ പണിതത്. തീർച്ചയായിട്ടും അതിന്റെ ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കരുതിയിട്ട് ഞാൻ പറയാൻ പോകുന്നത് അതല്ല, ഈ റോഡ് വെട്ടിയത് ഇവർ കണ്ടുപിടിച്ചതാണ്. അന്നത്തെ കാലത്ത് അന്ന് പല കേസുകളും ഉണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് വെട്ടിയ റോഡാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇന്ന് വർത്തമാന കാലത്തും ആ റോഡിൽ വീതി മുട്ടിയിൽ പല കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൊണ്ട് ഇപ്പോഴും പലരും കോടതി കയറി ഇറങ്ങുന്നുണ്ട് ഈ റോഡിന് വീതി കൂട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട്. അതില് തീർച്ചയായിട്ടും നമുക്ക് ഈ ശതാബ്ദി ആഘോഷവേളയിൽ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ഞാൻ നടക്കുകയാണ്. വിശ്വനാഥ ശതാബ്ദിയുടെ ആഘോഷത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഏത് ദിവസമാണെങ്കിലും ബുധനാഴ്ച ഒഴിച്ചുള്ള ഈ ദിവസം ഞാൻ തരും. കാരണം ബുധനാഴ്ച എനിക്ക് ഇവിടെ ക്യാബിനറ്റ് ഉണ്ട്. അന്ന് കടമേട്ട ജംഗ്ഷനിൽ വെച്ചാണ് സാർ ആദ്യമായിട്ട് ഈ പരിപാടിയെ കുറിച്ച് എന്നോട് പറയുന്നത്. ഞാൻ പറഞ്ഞു സാർ തീർച്ചയായിട്ടും വരും എന്ന് പറയുകയുണ്ടായി. വ്യക്തിപരമായി ഒരു സന്തോഷം കൂടി ഉള്ളിലുണ്ട്. ഞാൻ അതും കൂടി പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ പുത്തമ്പുഴയിൽ അച്ഛൻ്റെ 4ാം തലമുറയാണ്. മകളുടെ മകളാണ് ഞാൻ. 4ാം തലമുറയാണ്. അപ്പോ ഞാൻ കടമ്പുറത്തെ കല്യാണം കടമ്പുറട്ടയിലുണ്ട് എന്നുള്ളതാണ്. അച്ഛൻ്റെ മൂത്ത മകളുടെ മകളാണ് എൻ്റെ അമ്മ. അമ്മയുടെ ആദ്യത്തെ മകളാണ് ഞാൻ. അപ്പൊ ഞാൻ 4ാമത്തെ തലമുറയാണ്. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ കേട്ട് വളർന്നൊരു സൗഹൃദം കൂടിയാണ് ഇവർ രണ്ടുപേരും കൂടിയുള്ളത്. നമ്മൾ ഈ തലമുറയ്ക്ക് വളരെ പ്രചോദനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാളെ ശ്രീമുഖ പ്രജാസഭയിൽ ക്ഷീരാവുന്നത് അന്നാണ് മഹാരാജാവ് ഈ സ്കൂൾ അനുവദിച്ചത്. അദ്ദേഹമാണ് നമ്മുടെ സുശരീരനായിട്ടുള്ള കാവുകോട്ട് കുടുംബം, അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. പിന്നീട് 53 ഹൈസ്കൂളായിട്ട് അച്ഛൻ്റെ കാലത്ത് അത് ഉയർത്തുകയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പൂർവികരെ കൂടി സ്മരിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസമായും ഇതിലെ സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് അവസാനിച്ചതേ ഉള്ളൂ. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും 2025 എല്ലാവർക്കും നല്ല വർഷമാകട്ടെ. സാറേ പ്രത്യേക അഭിനന്ദനം. ഇത്രയും എഫേർട്ട് എടുത്ത ഒരു ടീം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തതിന് ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞു. ഇപ്പോഴാണ് അങ്ങോട്ട് നോക്കുന്നത്.
അപ്പൊ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ശതാബ്ദി ആഘോഷം ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. വീണ ജോർജ് അവരുടെ പുരസ്കാരങ്ങൾ വഹിക്കുന്നതിന് കടമറ്റ സ്കൂളിന് ആവശ്യമായ സ്ഥലം സ്കൂളിന് സൗജന്യമായി നൽകിയ കിഴക്കേരിൽ ഇത്തിരി കുറിപ്പ്